പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ മദ്യനയം സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുൻ KPCC അധ്യക്ഷനായ VM സുധീരൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കഞ്ചിക്കോട് ബ്രൂവറി ലൈസൻസ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. ജനവഞ്ചനയാണെന്നും അനുമതി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ മദ്യനയം സംബന്ധിച്ച് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും മനഃപൂർവ്വം അവഗണിച്ച ആ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം വീണ്ടും നിങ്ങളുടെയെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. മദ്യനയം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹിക വിപത്തായി മാറിയിട്ടുണ്ട്. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുക. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇതിനായി സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ മാതൃകയിൽ അതിവിപുലമായ ഒരു ജനകീയ ബോധവൽക്കരണ പ്രസ്ഥാനത്തിന് രൂപം നൽകും. അഡിക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കും. മദ്യവർജന സമിതിയുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തും. മദ്യം പോലെ സാമൂഹ്യ ഭീഷണിയായി കഞ്ചാവും മയക്കുമരുന്നും വ്യാപകമാവുകയാണ്. ഇതിനെതിരെ അതികർശനമായ നടപടികൾ സ്വീകരിക്കും. ഇപ്രകാരം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് കഞ്ചിക്കോട് മദ്യ ഉൽപാദനത്തിന് ഒയാസിസ് എന്ന കമ്പനിക്ക് ലൈസൻസ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിലൂടെ ലംഘിച്ചിട്ടുള്ളത്. ഇത് നഗ്നമായ മഹാജനവഞ്ചനയാണ്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തെക്കാൾ മദ്യലോബിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അതീവ പ്രാധാന്യം നൽകിക്കൊണ്ട് തുടർച്ചയായി മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ സർക്കാർ നടപടികളുടെ തുടർച്ചയാണിത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ ഇതുപോലുള്ള നടപടികളിലൂടെ നാടിനെ സർവനാശത്തിലേക്കാണ് നയിക്കുന്നത്. ഇടതുമുന്നണി അധികാരത്തിൽ വരുന്നതിന് മുൻപ് കേവലം 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ 1000-ൽ കവിഞ്ഞിരിക്കുന്നു. മറ്റു തലങ്ങളിലുള്ള മദ്യശാലകൾക്ക് പുറമെയാണിത്. ബാറുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും സർക്കാരിന്റെ ഔദ്യോഗിക തലത്തിൽ വ്യക്തമാക്കപ്പെടുന്നതില്ല. ഇതിനെല്ലാം പുറമെ സർവ്വമേഖലയ്ക്കും മദ്യവ്യാപനം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം തടയുന്നതിലും സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. പാവനമായി കരുതേണ്ട തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ ഇപ്രകാരം തീർത്തും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന പിണറായി സർക്കാർ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനവഞ്ചക ഭരണകൂടമായിരിക്കും. ജനങ്ങളോട് തെല്ലെങ്കിലും പ്രതിബദ്ധത ഈ സർക്കാരിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും വിനാശകരമായ ഈ മന്ത്രിസഭാ തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തെയും തലമുറകളെയും സർവനാശത്തിലേക്ക് നയിക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെയും ആപൽക്കരമായ വ്യാപനം അവസാനിപ്പിക്കുന്നതിന് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും താൽപര്യപ്പെടുന്നു. ഇങ്ങനെ പോകുന്നു VM സുധീരന്റെ കത്ത്. അതേസമയം ബ്രൂവറി ഡിസ്റ്റിലറി കമ്പനിക്കായി സംസ്ഥാന സർക്കാർ ചട്ടങ്ങൾ അട്ടിമറിച്ചെന്നാണ് പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ ആരോപണം. ബ്രൂവറി നടത്തിപ്പുകാരായ ഒയാസിസ് കമ്പനി ഉടമകൾ ഡൽഹി മദ്യ അഴിമതിയിൽ ഉൾപ്പെട്ടവരാണെന്നും VD സതീശൻ ആരോപിച്ചിട്ടുണ്ട്. കമ്പനി ഉടമ ഗൗതം മൽഹോത്ര ഡൽഹി മദ്യ അഴിമതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കിയതിന് കമ്പനിക്കെതിരെ പഞ്ചാബിൽ കേസുമുണ്ട്. 4 കിലോമീറ്ററോളം പ്രദേശത്താണ് കമ്പനി മലിനീകരണമുണ്ടായത്. വ്യാവസായിക മാലിന്യം കുഴൽക്കിണർ വഴി പുറന്തള്ളി. ഇത് വലിയ ജലമലിനീകരണത്തിന് കാരണമായെന്നും VD സതീശൻ ആരോപിച്ചു. കഞ്ചിക്കോട് ഈ മദ്യനിർമ്മാണശാല നിർമ്മിക്കാൻ അനുവദിക്കില്ല. പാലക്കാട് ഗുരുതരമായ കുടിവെള്ള പ്രതിസന്ധിയുണ്ട്. കമ്പനിക്ക് ലൈസൻസ് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. പ്ലാന്റുമായി മുന്നോട്ടു പോയാൽ കോൺഗ്രസ് സമരവുമായി ഇറങ്ങുമെന്നും VD സതീശൻ ഓർമ്മപ്പെടുത്തി.